വല്ല അവസ്ഥ നിങ്ങൾ ചെയ്യിപ്പിക്കരുത്. നല്ല കെയർ ചെയ്യണം. ശരി ഡോക്ടർ, താങ്ക് യു കേട്ടോ. ദൈവമേ, എൻ്റെ മോനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈശ്വര കാത്തോണേ ദൈവമേ. മോനെ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല വല്ല വേദന അങ്ങനെ വല്ല തോന്നിക്കണ്ട പണ്ടത്തെ മാതിരി? ഇല്ല അച്ഛാ, എനിക്ക് ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പാനിക് അറ്റാക്കല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അച്ഛാ, ആരെങ്കിലും പുറത്തുണ്ടായിരുന്ന? അല്ല, കുറേ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഒരു പെൺകുട്ടീൻ്റെയും ആൺകുട്ടീൻ്റെയും ശബ്ദം ഞാൻ കേട്ടത്. എവിടെയോ പരിചയമുള്ള മാതിരി. അത് മോനെ ശ്രദ്ധിക്കണം. എനിക്ക് നുണ പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അത് അഭിയും കീർത്തനയാണ്. എന്ത്? അഭിനവും കീർത്തനയും? അവർ പോയില്ലേ? അവർ പുറത്താക്കിയില്ലേ രണ്ടെണ്ണം? നന്ദിയുണ്ട്. അവര് നിങ്ങൾ രണ്ടാളും എൻ്റെ കൺമുമ്പിൽ കാട്ടി തരരുത്. അന്ന് തീർന്ന ബന്ധങ്ങൾ വീണ്ടും അവര് കെട്ടി വളച്ച് നുണക്കഥകൾ ഉണ്ടാക്കി എൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയായിരിക്കും അവർ വരുന്നത്. പിന്നെ എന്നെ കൊല്ലാൻ കൂടിയായിരിക്കും. മോളെന്തിവിടെ? അല്ല, ആകെ 3 മാസമായിട്ടുള്ളല്ലോ പോയിട്ട്. അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നാ? പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, അപ്പൊ വർക്കില്ലേ മോൾക്ക്? അമ്മ, ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. അല്ല, ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ല, ചേച്ചിന് വരാൻ 1 മാസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ചേച്ചി വരും. അയ്യോ, അപ്പോഴേക്കും നീ പോകൂലേ? അമ്മ, ആരാണ്ട് വന്നത്? വല്ല കുപ്പിക്കാരിയാണോ? നന്ദന മോളെ, ആകെ 3 മാസമായിട്ടുള്ളല്ലേ പോയത്. അപ്പളേക്കും ഇങ്ങോട്ട് വന്ന മനസ്സിലായി. ഞങ്ങളെ കാണാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അല്ല, നീ ഇപ്പോ എത്ര നാൾ ഇവിടെ ഉണ്ടാവും? അത് പിന്നെ ഞാനിനി ഇവിടെ തന്നെ ഇരിക്കും. അതിന്റെ കാരണം എന്നോട് ചോദിക്കരുത്. അച്ഛനും കൂടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മോള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴാ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. അല്ല, മോളെന്താ ഇപ്പൊ ഇവിടെ വന്ന? 3 മാസമായിട്ടുള്ളല്ലോ അങ്ങോട്ട് പോയത്. അതിനിന്ന് തിങ്കളാഴ്ച അല്ലേ? ഇന്ന് വർക്കൊന്നുമില്ലേ? അച്ഛനമ്മനെയൊക്കെ കാണാണ്ടിരിക്കാൻ കഴിയണില്ല മോൾക്ക്, അതാണോ വന്നേ? അച്ഛനും അമ്മയ്ക്കും എന്താ തോന്നാന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്കിനി അവിടെ ജോബ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാരണം പറഞ്ഞുതരാം. അമ്മ, ഞാൻ ചെയ്തത് തെറ്റാണോ? അവിടെ നിന്ന് ഇറങ്ങാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ആര് പറഞ്ഞ് നീ ചെയ്തത് തെറ്റാന്ന്? ഒരിക്കലില്ല മോളെ, നീ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റുമല്ല. എൻ്റെ പൊന്നനീത്ത് കുട്ടി, നീ ചെയ്തതൊക്കെ ശരിയാണ്. നീ ചെയ്തത് തെറ്റാന്നൊന്നും പറയുന്നില്ല. ഇനി നീ ഇവിടെ തന്നെ നിൽക്കണം. ഏട്ടൻ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിലേ അമ്മ അച്ഛനും ഇവിടെ ഒറ്റയ്ക്കായന് അല്ലേ? സംസാരിച്ചത് മതി. പിന്നെ മോളെ, ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ ഇടണ്ട. നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇടരുത്. പോയിട്ട് സാരി ഇടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടും. അയ്യോ, പറഞ്ഞ മാതിരി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇപ്പോഴാണ് നീ എൻ്റെ ശരിക്കുള്ള മോളായത്. നിന്നെ കാണാനേ ചന്തണ്ട് ഈ സാരിയിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ. വായോ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം, വാ. അബി, നീ എന്തെങ്കിലും മിണ്ടടാ. നീ എന്താ ഇത്ര നേരമായിട്ട് മിണ്ടാടിക്കണേ? സഞ്ജുവിനെ കാണാണ്ടിരിക്കണ കാരണമാണ്. നമ്മുടെ സഞ്ജുവിനെ എപ്പോഴെങ്കിലും കാണാൻ കഴിയും നമുക്ക്. നീ ഇങ്ങനെ വിഷമിക്കലേ. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടാ. കീർത്തന, എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെ സഞ്ജുവിനെ കാണാൻ കഴിയുമെന്ന്. അവനോട് എനിക്ക് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവൻ ചിന്തിച്ചിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ
കാണും നമ്മുടെ സഞ്ജുനെ. ഞാൻ എനിക്ക് വാക്ക് തരണം. നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവല്ലേ. ആ ദുഷ്ടൻ ഇപ്പൊ എവിടെയാണാവോ? ആ എല്ലാവർക്കും ഇപ്പൊ അയാളെ മടുത്തുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നെ അത്ര ചീത്ത പറഞ്ഞല്ലേ. അയാളുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഷൗട്ട് ചെയ്ത്. അതെനിക്ക് എത്ര ഫീൽ ചെയ്തെന്ന് അയാൾക്കറിയില്ലല്ലോ. പക്ഷേ എനിക്കെന്താ അയാളെ മിസ് ചെയ്യണമായി തോന്നിക്കണേ. ആവോ, ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്ന് പോയിന്റ് ആയിരിക്കും. എന്നും കാണുന്നതല്ലേ അയാളെ, അതായിരിക്കും. ആ നന്ദന, അഭി പറഞ്ഞത് ശരിയാ. നന്ദന കേരളത്തിലുണ്ടാവുന്ന ആളെ വിളിക്കാം. നന്ദന, ഏയ് എന്താ പുല്ലിലൊക്കെ കിടക്കണേ? എന്നൊക്കെ മറന്നു പോയാ? എൻ്റെ ചേച്ചി പെണ്ണ് വന്നല്ലോ. പിന്നെ എൻ്റെ ചേച്ചി പെണ്ണിന് അറിയില്ലേ എല്ലാ കാര്യങ്ങളും? പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും. നന്ദന, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നീ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. അഭിനവൻ്റെ അനിയനാണ് സഞ്ജു. അഭിനവ് എൻ്റെ ബോയ്ഫ്രണ്ട്. അഭി ഇപ്പോൾ എൻ്റെ കമ്പനിത്തെ ബോസാണ്. എന്ത്? സഞ്ജു സാറ് ജിമിനേട്ടൻ്റെ അനിയനാന്നാ? വെറുതെ അയാള് അത്ര ദേഷ്യത്തോടെ എൻ്റെ മുമ്പിൽ ഷൗട്ട് ചെയ്തത്, അതും അയാളുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അയാളുടെ അച്ഛനും അയാളും കൂടി എന്നെ ചതിക്കുകയായിരുന്നു. അല്ലാതെ അറിഞ്ഞിട്ടാണ് അയാൾ എന്നെ ഇത്രയും വേദനിപ്പിച്ചത്. നന്നായല്ലോ ആ കമ്പനിയിൽ നിന്ന് പോയത്. ഈശ്വര, ഇവള് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. സഞ്ജുവിന് മുമ്പ് ഒന്നും അറിയില്ലെന്ന് ഇവളോട് ഞാൻ എങ്ങനെ പറയാ? ഇപ്പോഴാ ഒന്ന് അറിയണേ നന്ദന എൻ്റെ അനീതിയാന്ന്. ഈശ്വര, ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇവളോട്? ഇവള് എന്നെ വിശ്വസിക്കില്ല. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പം പറയണ്ട, എല്ലാതും സോൾവ് ആകുമ്പോൾ, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമ്പോൾ പറഞ്ഞു കൊടുക്കാം. അതാ നല്ലത്. ചേച്ചി എന്താ ആലോചിച്ചിരിക്കുക? നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ആലോചിക്കണ്ട. ആ സഞ്ജു സാർ എന്ന് പറഞ്ഞ അയാളെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണണ്ട. നിങ്ങളെ രണ്ടാളെ അകറ്റിയതല്ലേ ആ കുടുംബം. അഭിനവ് ഏട്ടനെ അകറ്റിയതാണ്. എൻ്റെ അഭിനവ് ഏട്ടനെ അകറ്റിയതാണ് അയാള്. ശരി, സംസാരിച്ചത് നിർത്ത്. അകത്തുള്ളവരൊന്ന് കാണട്ടെ, അവരെ മനുഷ്യര് തന്നെയാ. ഞാൻ പോട്ടെ. ഈശ്വര, ഇവളെന്നാ എല്ലാ സത്യങ്ങളും അറിയാം? സത്യങ്ങൾ അറിഞ്ഞാൽ മതിയായിരുന്നു. സഞ്ജുവിനെ ഇപ്പോൾ അവൾ വെറുക്കണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈശ്വര, ഇതിപ്പോൾ ഞാൻ എങ്ങനെയാ അമ്മോടും അച്ഛനോടും പറയാ എനിക്ക് ഇപ്പോൾ നന്ദനയോട് പ്രണയമാണെന്ന്? നന്ദന തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അച്ഛനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വെറുതില്ല എനിക്ക് പാനിക് അറ്റാക്ക് വന്നത്. എൻ്റെ ഉള്ളൊരു പ്ലാൻ ഉണ്ട് നന്ദനെ കാണാൻ. അത് പരീക്ഷിച്ച് നോക്കാം. അച്ഛാ എന്താ മോനെ, വല്ല പ്രശ്നമുണ്ടോ? എന്താണ്, വല്ല ഓഫീസിലത്തെ വല്ല പ്രോബ്ലം? അച്ഛൻ പറഞ്ഞ വരി വല്ല പ്രശ്നമുണ്ടോ? വല്ല ഓഫീസിലത്തെ വല്ല ഇഷ്യൂ വല്ലത് അങ്ങനത്തെ വല്ലതുണ്ടോ? അതാണ് വിളിച്ചത് അച്ഛനെ. അമ്മ ഓഫീസിലത്തെ കാരണമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കെ. അത് എനിക്ക് കേരളത്തിൽ പോകണം. അതിന് 2 കാരണമുണ്ട്. എനിക്ക് ഒരു ഡീലുണ്ട് കേരളത്തിൽ, പിന്നെ 2 മീറ്റിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും മീറ്റിംഗ് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കൊല്ലം എനിക്ക് അവിടെ നിൽക്കേണ്ടി വരും. അമ്മ ഞാൻ അവിടെ നിന്നോട്ടെ. എനിക്കറിയാം ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന്. പക്ഷെ
അച്ഛ അമ്മ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം എനിക്ക് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് തകർന്നു പോകും. അതുകൊണ്ടാണ് പറയണേ. അച്ഛന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി ശരി, അച്ഛനെങ്കിലും മനസ്സിലാക്കുക. നമ്മുടെ കമ്പനിയാണ്, നമ്മൾ നോക്കി നടക്കുന്ന കമ്പനി. ശരി, ഒരു കൊല്ലം നീ അവിടെ നിൽക്കാം. അത്രയ്ക്കൊന്നും വേണ്ട, ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ട് തിരിച്ചൊക്കെ വരണം കേട്ടോ. പിന്നെ നീ കുറേ നാളെയില്ല കേരളത്തേക്ക് പോയിട്ട്. പിന്നെ നീ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി, വല്ല മുണ്ടും ഷർട്ടോ അങ്ങനെ വല്ലതും ഇട്ടാൽ മതി. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നീ എന്തെങ്ങനെ കിടണമെന്ന്. നമ്മുടെ നാട് നിനക്കറിയുന്നതല്ലേ, പണ്ട് നിൻ്റെ അമ്മ സാരിയും ഞാനും മുണ്ടും ഷർട്ടാണ്. പിന്നെ നീയോ ഒരു കുഞ്ഞു ചെറുക്കനായിട്ട് നീ മുണ്ടും ഷർട്ടും ഇടും. നിൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു പണ്ട്. അതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ വല്ല മുണ്ടും ഷർട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോയാൽ മതി. പിന്നെ അമ്മ പറഞ്ഞു ശരിയാ, ഒരു കൊല്ലമൊന്നും വേണ്ടടാ. എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല, അതാണ് എനിക്കും പിന്നെ നിൻ്റെ അമ്മയ്ക്കും. നീ പൊക്കോ, ഞാനൊന്നും പറയണില്ല. മകൻ്റെ ആഗ്രഹമല്ലേ, പൊക്കോ. വലിയ മീറ്റിംഗ് അല്ലേ, പൊക്കോ. ഓ യെസ്, ഇനി എനിക്ക് നന്ദനേനെ കാണാം. നന്ദനേൻ്റെ സ്ഥലം എനിക്ക് അറിയുന്നത്. പക്ഷെ അവളുടെ കൈവിടാണ്ട് നോക്കി നടക്കണം. ശരിയാ, എന്നുവെച്ചാൽ ഞാൻ പാക്ക് ചെയ്തിട്ട് നാളെ പോകേണ്ടതാ. യെസ് 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 യെസ്. അയ്യോ വന്ന് ആ നന്ദന അവിടെ. ഈശ്വര, നന്ദനൻ്റെ തെണ്ടി ഏട്ടൻ. നന്ദേട്ടൻ, ഇയാളെന്താ ഇവിടെ? ഇയാൾക്ക് ഈ സമയത്ത് തന്നെ അവിടെ നിൽക്കണമല്ലോ. നന്ദന എവിടെ? അവളെ കാണുന്നില്ല. ഈ തെണ്ടി ഏട്ടൻ കണ്ടാൽ പിന്നെ പ്രശ്നവും. ഈ ഏട്ടൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും, ദേ ശങ്കി വഞ്ഞേ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ തെണ്ടി ആടെ ഞാൻ വീട്ടിലുണ്ട്. ഫാമിലിനൊക്കെ കാണണ്ടേ. ഞാൻ കുറച്ചാൾ കഴിഞ്ഞാൽ അങ്ങോട്ട് വരണുള്ളൂ. ഇനി അങ്ങോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ശരി. എൻ്റെ അനിയത്തി വന്നു. നീ അറിഞ്ഞൂലോ എല്ലാ പ്രശ്നങ്ങളും. സഞ്ജു നാട്ടർ ബോസിൻ്റെ കൂടെ തല്ലുകൂടെ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ. ഈശ്വര, ഈ നന്ദനയ്ക്ക് ഇങ്ങനത്തെ ഒരു ഏട്ടനാണല്ലോ കിട്ടിയത്. ഒക്കെ വിലമ്പുണ്ട്. ഈശ്വര, ആരാണാവോ കൊള്ളു. ഈ നാട്ടിലത്തെ വല്ലവരാണെങ്കിൽ എന്നെ അറിയണവരാണെങ്കിൽ ഈശ്വര ഞാൻ പെട്ട്. ഞാനെവിടെ ഉണ്ടെന്ന് പറയും, നന്ദനല്ലാതെ അറിയും. നന്ദൻ ഇവിടെ നിന്ന് പോയി വേറെ എവിടെയെങ്കിലും താമസിക്കും. ഈശ്വര, പിന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി ഈസിയല്ല. ഇപ്പോൾ ആ നന്ദനെ കാണാൻ വേണ്ടി വന്നത് ഞാൻ. ഈ നന്ദനേനും കാണില്ല. അതാരാ അവിടെ സാരി ഇട്ടിട്ട്? നന്ദന. ഈശ്വര, എനിക്ക് അങ്ങോട്ട് ഓടിപ്പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റില്ല. ഷീ ലുക്സ് സോ ബ്യൂട്ടിഫുൾ. അമ്മേ ഏട്ടാ, സ്വന്തം ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും പറയണ ഇതെൻ്റെ പ്രശ്നമാണ്, വേറെ ആരുടെ ഇല്ല. ഏട്ടൻ്റെ പ്രശ്നമാണെങ്കിൽ ഏട്ടന് പറയാം, പക്ഷെ എൻ്റെ പ്രശ്നമാണ്. ഇത് പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ വിലമ്പ് ഇല്ല. പിന്നെ എനിക്കണ്ട് പിരാളെ കണ്ടിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു അഖിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടില്ലേ, അവനെ ആടെ ഞാൻ പറഞ്ഞു കൊടുത്തത്. അവനെല്ലാം അതറിയുന്നില്ല നമ്മളെ കുറിച്ച്. ഒന്നും അറിയാണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു. എനിക്ക് വിഷമാവണ്ടേട്ടാ. ദേ, ഓവർ ആക്ടിങ് വേണ്ട കേട്ടോ, അല്ലെങ്കിലേ എൻ്റെ ഈ കൈ കണ്ടില്ലേ, ഈ കൈപ്പാട് നിങ്ങളുടെ മുഖത്ത് വയ്ക്കും. അപ്പം നല്ല ചുവപ്പുണ്ടാവും. മിണ്ടാണ്ടിരുന്നോ, പോടാ കത്തിക്ക്. അതാരവിടെ നിൽക്കണേ? ഹേയ്, ആരാണ്? എന്താ ഓടണേ? ഈശ്വര, അവള് കണ്ട് ഓടിക്കോ. ദൈവമേ, എന്നെ കാത്തോളേ. ദൈവമേ, അമ്മേ, ദൈവമേ കാത്തോണേ. ഈശ്വര, ഏതൊരു വട്ടുള്ള ആളാന്ന് തോന്നുന്നു. ഓടണം നമുക്ക്. അവർക്ക് ഇങ്ങനത്തൊരു ജീവിതമല്ലേ കിട്ടിയത്. പാവം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അകത്തേക്ക് കയറാം. മോളെ, ആ വട്ടൻ്റെ മാതിരി ഓടുന്ന ആളാരാ? അല്ല, നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ.
അയലോക്കാണെങ്കിൽ നമ്മൾ സംസാരിക്കണ്ടല്ലേ. പുതിയ താമസമാണെങ്കിലും അത് ചോദിച്ചത്. മോളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ? അല്ല, ഈ അമ്മ കണ്ടിട്ടില്ലേ അത് ചോദിച്ചത്. വല്ല പരിചയക്കാരാണെന്ന് ചോദിച്ചതാ. ഓ, അപ്പം അമ്മയ്ക്കും പ്രാന്തൻ്റെ മാതിരി തോന്നുന്നുണ്ടല്ലേ അയാളെ കണ്ടിട്ട്. ആവോ, നമ്മുടെ അയലോക്കാണാവും. അതിനിപ്പോൾ ആൾക്കാരൊന്നും ഇവിടെ താമസിക്കുന്നില്ലല്ലോ. ഞാനിതുവരെ കണ്ടിട്ടില്ല അയാളെ. പിന്നെ ഞാൻ അയാളുടെ മുഖം ശ്രദ്ധിച്ചില്ല, കണ്ടില്ല മുഖം. ആരാണാവോ? വായ, ഇനി അതാലോചിച്ച് ഇവിടെ കുത്തിയിരിക്കണ്ട, വാ.